ഇന്ന് നമ്മൾ നേഴ്സറിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോഡ് ചെടിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വെറൈറ്റി റോസ്, ബെഡായിട്ടുള്ള റോസ്, അതുപോലെ തന്നെ ബട്ടൺ റോസുകൾ, അതേപോലെ തന്നെ ഡാർക്ക് കളർ റോസുകളെല്ലാം കൂടെ ചേർന്ന് ഇന്ന് വൈകുന്നേരം ഇറക്കി വെച്ചേക്കുന്ന ഒരു ലോഡ് റോസ്, ഏകദേശം ഒരു 13,000 റോസും മറ്റുള്ള ചെടികളും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളെല്ലാം കൂടെ ആയിട്ടാണ് ഇന്നത്തെ ലോഡിൽ വന്നേക്കുന്നത്. നമ്മൾ നേഴ്സറി ആശ്രമം മൈതാനത്ത് പൊന്നോണമേളം ഈ ചെടികളൊക്കെ എവിടെയാണെന്നല്ലേ, നമ്മൾ ആശ്രമം മൈതാനത്ത് പൊന്നോണമേളം എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ് വലിയൊരു ചുമന്ന ബോർഡ് കാണാം. ആ ബോർഡിൻ്റെ അടുത്ത് നമ്മളെ നേഴ്സറി ഉണ്ട്. വന്നതിൽ ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകാം. നല്ല മെലസ്റ്റോമ, ക്രോട്ടൺ പ്ലാന്റ്, വാഴ, തെങ്ങ്, മാവ്, കവുങ്ങ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരുകൾ, അതേപോലെ തന്നെ കിട്ടിലം വെറൈറ്റി കുറേ പൂച്ചെടികൾ, റോസൊക്കെ എന്ന് പറഞ്ഞാൽ ബെഡായിട്ട് നല്ല കിട്ടിലം റോസുകളും, അതേപോലെ തന്നെ ഒരുപാട് പ്ലാവിനങ്ങളാവട്ടെ, അതേപോലെ തന്നെ ഒരുപാട് പഴച്ചെടികൾ, അതേപോലെ തന്നെ താമര, ഒരുപാട് വെറൈറ്റി നല്ല കുറേ താമരകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2-3 വെറൈറ്റിയിൽ നല്ല കിടിലം ബുഷായിട്ട് ഫ്ലവർ ബെഡോട് കൂടി അത് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പ്ലാന്റുകളല്ല, കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. ഒരു 10-15-20 വലിയ ടബും, അതേപോലെ തന്നെ ഒരു 10-50 ചെറിയ ടബ് താമര, അതേപോലെ തന്നെ ആമ്പൽ, അങ്ങനെയുള്ള കുറേ പ്ലാന്റുകളുണ്ട്. ജെറിബറ, അതേപോലെ കണ്ടില്ലേ മാൻഡിവില്ലയുടെ പിങ്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലോറ പെറ്റാല, അങ്ങനെ ഒരുപാട് ഇതുകൊണ്ടല്ലേ. ആ ബോർഡ് കാണുന്നത് മനസ്സിലാക്കുക. ഏകദേശം പൊന്നോണമേളം വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ ഇരിപ്പുണ്ട്. മാവിൻ്റെ വലിയ മാവ്, ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന മാവൊക്കെ കാണാം. ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ നേഴ്സറി കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഏകദേശം നല്ല കിഡിലായിട്ട് ഏകദേശം ഒരു 12,500-3,000 സ്ക്വയർ ഫീറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടേക്കുന്ന നമ്മളെ നേഴ്സറിയാണ്. അതിൻ്റെ ബോർഡ് കാണാം. ബോർഡ് കണ്ട് നേരെ വരാം. ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ നോക്കി തിരഞ്ഞെടുക്കാം. ബൊഗെയിൻവില്ലയുടെ തൈകളാവട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള പച്ചക്കറി തൈ, 10 രൂപ മുതലുള്ള പച്ചക്കറി തൈകൾ, അതേപോലെ കവറിനകത്തുള്ള തൈകൾ, ട്രേ തൈ അല്ല, കവറിനകത്ത് മുളപ്പിച്ച് സെറ്റായിട്ടിരിക്കുന്ന പ്ലാന്റ്, അതേപോലെ തന്നെ മെലസ്റ്റോമ പ്ലാന്റ് ആവട്ടെ, അതേപോലെ തന്നെ യുജീനിയ പ്ലാന്റ് ആവട്ടെ, ലോറ പെറ്റാല, അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വയലറ്റ് കൂഫിയ, അതേപോലെ തന്നെ ഗോൾഡൻ കൂഫിയ, വിവിധ വെറൈറ്റി മാവിനങ്ങൾ, പ്ലാവിനങ്ങൾ, അതേപോലെ മാംഗോസ്റ്റിൻ പഴം, നമ്മളെ ചെറുതിൽ കഴിക്കുന്ന കുള്ളൻ, കുടംപുളി, അതേപോലെ ഇന്തോനേഷ്യൻ ചാമ്പങ്ങ, ഒരുപാട് വയലറ്റ് പേരയ്ക്ക, അകവും പുറവും കായും എല്ലാം വയലറ്റുള്ള പേരയ്ക്ക, അങ്ങനെയുള്ള കുറേ സാധനം, മുല്ലത്തൈ മുതൽ പിച്ചിത്തൈ മുതൽ അങ്ങനെ പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റം ഇരിപ്പുണ്ട്. വന്നു കഴിഞ്ഞാൽ നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഓർക്കിഡിൻ്റെ തൈകൾ, അഗ്ലോണിമ പ്ലാന്റ്, അതാണ്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന നല്ല കിടിലം വെറൈറ്റി പെറ്റൂണിയ, ഡയാന്തസ്, അതേപോലെ തന്നെ നല്ല കിടിലം വെറൈറ്റി ജെറിബറ, അതേപോലെ തന്നെ വലിയ ഓല വിരിഞ്ഞ തെങ്ങ്, പിന്നെ ഒരുപാട് ശ്രീലങ്കൻ വെറൈറ്റി ശ്രീലങ്കൻ മുല്ല എന്നറിയപ്പെടുന്ന മുല്ല, ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകൾ, മണിമുല്ല, പിന്നെ ഒരുപാട് അതേപോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വന്ന് നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചെമ്പരത്തി, നല്ല കിടിലം വെറൈറ്റി ചെമ്പരത്തി, ചേച്ചിമാരൊക്കെ റോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി റോസ്, ഓൺ റൂട്ട് റോസ്, അതായത് ബഡ് അല്ലാത്ത റോസ്, ബഡ് റോസ്, അതേപോലെ തന്നെ ആമ്പലിൻ്റെ നല്ല കിടിലം വെറൈറ്റി കുറേ ആമ്പലുകൾ, അതേപോലെ താമര, യുജീനിയ, തൂജയുടെ കുറേ വെറൈറ്റി, അങ്ങനെ കിടിലം വെറൈറ്റി കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ട്. സഫ്ലോറ പ്ലാന്റൊക്കെ വന്നിട്ടുണ്ട്. അഗ്ലോണിമ വെറൈറ്റി, സഫ്ലോറ വെറൈറ്റി, ഇൻഡോർ പ്ലാന്റ് ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് CC പ്ലാന്റ്, ബ്ലാക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. താണ്ടല്ലേ ഒരു റോസിൻ്റെ ഭംഗി ഒന്ന് കണ്ടേതാണ്ട് അടിപൊളി വെറൈറ്റി റോസ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഇത് ഒരു പാർട്ടി എടുത്തേക്കാണ്. നല്ല വെറൈറ്റികൾ ആദ്യമേ പോകും, അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അന്നേരം ഇത്രത്തോളം പ്ലാന്റുകൾ കൊണ്ടുവന്ന് വലിയ ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ബുഷ് പെപ്പർ, കുറ്റിക്കുരുമുളക് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. ബുഷ് പെപ്പർ വീട്ടിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ചട്ടിയിൽ നിർത്തി നല്ല അടിപൊളിയായിട്ട് നിർത്താനും പറ്റും. അതിനകത്ത് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയതിന് ശേഷം ബാക്കി നമുക്ക് പ്ലാന്റ് വളർത്തി ബുഷാക്കി എടുക്കാം, തൈ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം ഇതും കൂടെയൊക്കെ ഒന്ന് ഓർക്കുക. അന്നേരം ഇതേപോലുള്ള നല്ല വീഡിയോകൾ വീണ്ടും കാണാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ഫേസ്ബുക്ക് പേജ് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റഗ്രാം പേജുണ്ട്, അതും കൂടെ കയറി ഒന്ന് കാണാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കാണുക. ഒരുപാട് ആശയങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.